എല്ലാ വിദ്യാർത്ഥികളെയും പ്ലസ് വണ്ണിൻ്റെ 15ാമത് ചാപ്റ്റർ സ്റ്റാറ്റിറ്റിക്സ് അതിൻ്റെ 1ാമത് ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്റ്റാറ്റിറ്റിക്സ് എന്ന ടോപ്പിക്ക് നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചു വരുന്നതാണ്. ഈ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നതുവരെ നിങ്ങൾ പ്രധാനമായും പഠിച്ചത് മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇതെന്താണെന്നുള്ളത്. പക്ഷേ മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ കൺഫ്യൂഷൻ മാറും. 1 മീൻ, 2 മീഡിയൻ, 3 മോഡ്. ഇതാണ് 3 മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇപ്പം മനസ്സിലായല്ലോ. ഇത് 3ഉം കാണുന്നതും നിങ്ങൾ 10ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. മീൻ, മീഡിയൻ, മോഡ്. യഥാർത്ഥത്തിൽ ഇത് 3നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. പേര് കൃത്യമായി പഠിച്ചോണേ. അപ്പോൾ 3 മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതൊക്കെയാ? മീനും, മീഡിയനും, മോഡും. യഥാർത്ഥത്തിൽ ഈ മീനും, മീഡിയനും, മോഡും ഇതൊക്കെ എന്താ? ഇതെന്ന് പറയുന്നത് ഒരു ഡേറ്റ നമുക്ക് തരുമ്പോൾ ആ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കും. ആ നമ്പറിനെയാണ് മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് എ നമ്പർ റെപ്രസെൻറ്റിങ് എ ഗിവൺ ഡേറ്റ. അത് മീനാകാം, മീഡിയനാകാം, മോഡാകാം. ഇത് 3 വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത് എന്നും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത് 3ഉം ഒരു ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. നമ്മളിവിടെ പ്ലസ് 1ലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഈ മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ടല്ലോ, മീൻ, മീഡിയൻ, മോഡ്. ഇത് ഒരു ഡേറ്റയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് തരില്ല. അതാണ് ഇവിടുത്തെ കുഴപ്പം. മീനും, മീഡിയനും, മോഡും നമ്മൾ കണ്ടതുകൊണ്ട് ആ ഡേറ്റയെക്കുറിച്ച് പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു ഡേറ്റ നമുക്ക് തന്നാൽ ആ ഡേറ്റ എത്രമാത്രം സ്കാറ്റേഡാണ്, എത്രമാത്രം ചിതറിക്കിടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്പർ കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ആ ഡേറ്റയുടെ വേരിയബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന നമ്പർ. അതാണ് പ്ലസ് 1ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഡേറ്റയുടെ വേരിയബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ നമ്പറിൻ്റെ പേരാണ് മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ. ആ ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ തന്നെ സ്കാറ്ററിങ് എന്നാണ് മീനിങ്. ഒരു ഡേറ്റ എത്രമാത്രം സ്കാറ്റേഡാണ്, ചിതറിക്കിടക്കുകയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന നമ്പറിൻ്റെ പേരാണ് മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ. എ സിംഗിൾ നമ്പർ വിച്ച് ഡിസ്ക്രൈബ്സ് വേരിയബിലിറ്റി ഓഫ് എ ഡേറ്റ. ഒരു ഡേറ്റയുടെ വേരിയബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന നമ്പറിൻ്റെ പേരാണ് മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ. ഇതാണ് പ്ലസ് 1ൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സണിൽ പ്ലസ് 1ൽ നമുക്ക് 3 മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ് പഠിക്കാനുള്ളത്. 1 റേഞ്ച്, 2 മീൻ ഡീവിയേഷൻ, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതുകൂടാതെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, അത് നമ്മുടെ പുസ്തകത്തിൽ പഠിക്കാനില്ല. ഈ 3 മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ? ഒരു ഡേറ്റയുടെ വേരിയബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന സിംഗിൾ നമ്പർ, അതിൻ്റെ പേരാണ് മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്. ഇത് മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ. പേര് മാറിപ്പോകരുത്. മെഷേഡ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് എന്ത് പറഞ്ഞു തരും? മീനും, മീഡിയനും, മോഡും. ഇറ്റ് ഗീവ്സ് എ റഫ് ഐഡിയ വെയർ ഡേറ്റ പോയിൻറ്റ്സ് ആർ സെൻറ്റേഡ്. അതാണ് മീൻ, മീഡിയൻ, മോഡ് പറയുന്നത്. പക്ഷേ മെഷേഡ്സ് ഓഫ് ഡിസ്പേഴ്സൺ വരുമ്പോൾ അതൊരു സിംഗിൾ നമ്പറാണ്. അതൊരു ഡേറ്റയുടെ വേരിയബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന നമ്പറാണ്. ആ ഡേറ്റ എത്രമാത്രം സ്കാറ്റേഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു നമ്പർ. അത് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ റേഞ്ചിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാനൊന്നുമില്ല, കാരണം റേഞ്ച് കാണാൻ എളുപ്പമാണ്. ഒരു ഡേറ്റ നമുക്ക് തന്നാൽ അതിൻ്റെ റേഞ്ച് കാണാൻ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ കണ്ടാൽ മതി. മാക്സിമത്തിൽ നിന്ന് മിനിമം കുറയ്ക്കുക. അതായത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ മതി. അങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് പ്രധാനമായും പഠിച്ചു തുടങ്ങുന്ന എവിടുന്നാണ്? മീൻ ഡീവിയേഷനാണ് ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. റേഞ്ച് കാണുന്ന പറഞ്ഞു കഴിഞ്ഞു. മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ കണ്ടാൽ മതി, അതാണ് റേഞ്ച്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട. മാക്സിമത്തിൽ നിന്ന് മിനിമം കുറയ്ക്കുമ്പോൾ റേഞ്ച് കിട്ടും.
നമ്മൾ പ്രധാനമായും പഠിച്ചു തുടങ്ങുന്നത് മീൻ ഡീവിയേഷനാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിൽ ഇനി നമ്മൾ പറയുന്നത് മീൻ ഡീവിയേഷൻ. അതിലാദ്യം മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ, അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോവുക. മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ. ഈ മീനിൻ്റെ സിമ്പൽ ഇതാണ്. എക്സ് എഴുതി മുകളിലൊരു വരയിടും. ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കുക? എക്സ് ബാർ. അതാണ് മീൻ. അപ്പോൾ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീനാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ 3 രീതിയിലാണ് തരിക. അതിൽ ആദ്യത്തെ രീതി കുറേ സംഖ്യകൾ കോമയിട്ട് തരും. ഉദാഹരണം 10, 7, 11, 13 അങ്ങനെ കുറേ സംഖ്യകൾ കോമയിട്ട് തരും. അതിന് പലപ്പോഴും പ്രത്യേകിച്ച് ക്രമമൊന്നും ഉണ്ടാവില്ല. കുറേ സംഖ്യകൾ ഇങ്ങനെ കോമയിട്ട് തരും. അതിൻ്റെ പേരാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഒരു ഡാറ്റ അങ്ങനെ കോമയിട്ട് സംഖ്യകൾ തരുമ്പോൾ അതിനെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നാൽ ആദ്യം നമ്മൾ മീൻ കാണണം, അതായത് എക്സ് ബാർ കാണണം. മീൻ കാണാൻ നിങ്ങൾക്കറിയാം, എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എല്ലാ ഒബ്സർവേഷൻസും കൂടെ ആഡ് ചെയ്യുക, അതിനെ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ചെറിയ ക്ലാസ് മുതൽ, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ ഈ മീൻ കാണാൻ നിങ്ങൾക്കറിയാം. കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഭാഗിക്കുക. ഇനി എം ഡി എക്സ് ബാർ. എം ഡി എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ്റെ സിമ്പലാണ്. എമ്മും ഡിയും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അപ്പോൾ എം ഡി എങ്ങനെ വായിക്കുക? മീൻ ഡീവിയേഷൻ. ബ്രാക്കറ്റിൽ എക്സ് ബാർ, അതിന് വായിക്കുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ. എങ്ങനെ അത് വായിക്കുന്നത്? മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് തരുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ കാണുന്ന ഫോർമുല 1/n സിഗ്മ i = 1 to n മോഡുലസ് xi മൈനസ് എക്സ് ബാർ. അവിടെ എക്സ് ബാർ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ് ബാർ ഈസ് ദ മീൻ. ഈ സ്മാൾ എൻ എന്ന് പറയുന്നത് ഒബ്സർവേഷൻസിൻ്റെ എണ്ണമാണ്. എൻ ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതായത് എത്ര സംഖ്യകളുണ്ട് അതിൻ്റെ എണ്ണമാണ് എൻ. സിഗ്മയുടെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ, സം അല്ലെങ്കിൽ തുക എന്നാണ്. ഈ ഫോർമുല ബൈഹാർട്ട് ചെയ്യണം. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ കാണുന്ന ഫോർമുല എം ഡി എക്സ് ബാർ, മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ. എബൌട്ട് ദ മീൻ ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് എന്ത് വന്നത്? എക്സ് ബാർ. ഫോർമുല 1/n സിഗ്മ i = 1 to n മോഡുലസ് xi മൈനസ് എക്സ് ബാർ. ഇവിടെ n സ്മാൾ ലെറ്റർ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. n ഇവിടെ സ്മാൾ ലെറ്റർ ആണ്. 1/n സിഗ്മ i = 1 to n മോഡുലസ് xi മൈനസ് എക്സ് ബാർ, വേർ n ഈസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഈ സ്മാൾ n എന്ന് പറയുന്നത് ഒബ്സർവേഷൻ്റെ എണ്ണമാണ്. എക്സ് ബാർ മീനിനെ ഡിനോട്ട് ചെയ്യും. മീൻ കാണുന്നത് എങ്ങനെ? കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. അതാ നോക്കിയേ, ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇതാണ് ഡാറ്റ. കണ്ടാ, കുറേ സംഖ്യകൾ ഇങ്ങനെ കോമയിട്ട് തന്നിരിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല അല്ലേ, ചുമ്മാ തന്നേക്കുക. ഇങ്ങനെ സംഖ്യകൾ കോമയിട്ട് തരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഓക്കെ, ഇങ്ങനെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ സംഖ്യകൾ മാത്രം തന്നാൽ ആദ്യം നമ്മൾ എന്ത് കാണണം? എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ, മീനാണ്. എങ്ങനെ മീൻ കാണുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടണം. കണ്ടോ, 6 + 7 + 10 + 12 + 13 + 4 + 8 + 12 എന്നിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ്. ഇവിടെ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 7 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എല്ലാ സംഖ്യകളും കൂടെ കൂട്ടി അതിൻ്റെ എണ്ണമായ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 72. 72 8 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും? 9. അതാണ് ഇതിൻ്റെ മീൻ എക്സ് ബാർ. നമുക്ക് മീനല്ല കാണേണ്ടത് കേട്ടോ, മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീനാ. ഈ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീനാണെങ്കിലും ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്? മീൻ എക്സ് ബാർ കാണണം. എക്സ് ബാർ കാണാൻ എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഭാഗിച്ചു, നമുക്ക് 9 കിട്ടി. ഇനി നമ്മളൊരു ടേബിൾ വരയ്ക്കും. ആ ടേബിളിൻ്റെ ഫസ്റ്റ് കോളം xi, സെക്കൻഡ് കോളം മോഡ് xi മൈനസ് എക്സ് ബാർ നോക്കിയിരിക്കണം. ഈ xi എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 8 ഒബ്സർവേഷൻസ് ഇല്ലേ, അതിനെ ജനറലായിട്ടാണ് നമ്മൾ xi എന്ന് പറയുക. അപ്പോഴാ xiയുടെ കോളത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് താണ്ടെ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ നിരത്തി അങ്ങ് എഴുതണം, മുകളിൽ നിന്ന് താഴേക്ക്. കണ്ടല്ലോ. എന്നിട്ട് അടുത്ത കോളം മോഡ് xi മൈനസ് എക്സ് ബാർ. അർത്ഥം എന്താ? xiയിൽ നിന്ന് എക്സ് ബാർ കുറയ്ക്കണം. എക്സ് ബാർ എത്ര? 9 കേട്ടോ, നമ്മൾ മുകളിൽ നേരത്തെ കണ്ടിട്ടുണ്ട്.
ഓരോ എക്സ് ഐയിൽ നിന്നും എക്സ് ബാർ ആയ 9 കുറയ്ക്കണം, എന്നിട്ട് മോഡുലസ്. അപ്പോൾ ഇവിടെ എക്സ് ഐയുടെ വാല്യൂ എത്ര? 6. എക്സ് ബാർ എപ്പോഴും 9 ആണ്, എന്നിട്ട് മോഡുലസ് എടുക്കുമ്പോൾ മോഡ് 6 മൈനസ് 9. മോഡ് -3 എന്നാണ് വരിക, പക്ഷേ മോഡുലസ് ഉണ്ടായപ്പോൾ നമ്മൾ മൈനസ് എഴുതത്തില്ല, പിന്നെന്തെഴുതും? 3. അടുത്ത എക്സ് ഐ വാല്യൂ 7 ആണല്ലോ. അപ്പോൾ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ത് വരും? മോഡ് 7 മൈനസ് 9, ഉത്തരം 2. അടുത്ത എക്സ് ഐ 10 ആണ്. അപ്പോൾ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡ് 10 മൈനസ് 9, ആൻസർ 1. അങ്ങനെ മോഡ് 12 മൈനസ് 9, മോഡ് 13 മൈനസ് 9, മോഡ് 4 മൈനസ് 9, മോഡ് 8 മൈനസ് 9, മോഡ് 12 മൈനസ് 9. അങ്ങനെ എല്ലാത്തിൻ്റെയും മോഡുലസ് കണ്ടു. മോഡുലസ് വാല്യൂ കാണുമ്പോൾ എപ്പോഴും പോസിറ്റീവ് എഴുതാവുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എഴുതണം. ഈ കോളത്തിൻ്റെ ടോട്ടൽ എത്ര? 22. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി കേട്ടോ. 3 + 2 + 1 + 3 + എക്സെട്ര. ഇത് കൂട്ടിയെടുക്കാൻ നമുക്ക് 22 എന്ന് കിട്ടും. അപ്പോൾ ഈ 2 കോളം മറക്കരുത്. ആദ്യത്തെ കോളം എക്സ് ഐ, രണ്ടാമത്തെ കോളം മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഈ കോളങ്ങൾ മാത്രം പഠിച്ചാൽ മതി, വാല്യൂ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഫോർമുല MDX ബാർ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഫോർമുല 1/n സിഗ്മ I = 1 to n mod xi മൈനസ് എക്സ് ബാർ. ഇനി ഈ സിഗ്മ I = 1 to n mod xi മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ mod xi മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ഈ കോളം ഉണ്ടല്ലോ, അതിൻ്റെ ടോട്ടൽ എത്ര? 22. അപ്പോൾ ഇതിൻ്റെ ആൻസർ 22 എന്നാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മാണ്, ഇതിൻ്റെ സമ്മാണ് ഈ 22. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 22 വരും. n എത്രയെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, n എത്ര? 8. അപ്പോൾ ഇതിൻ്റെ ആൻസർ 22/8, ആൻസർ 2.75. ഇതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തരുമ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണുന്ന ഫോർമുല. ആദ്യം നമ്മൾ എന്ത് കാണണം? എക്സ് ബാർ. എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഭാഗിക്കുക. എന്നിട്ട് കോളം, ഫസ്റ്റ് കോളത്തിൽ എക്സ് ഐ, സെക്കൻഡ് കോളം മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. എന്നിട്ട് ഫോർമുല എഴുതുക, അതിനകത്ത് വാല്യൂ കൊടുക്കുക. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അതിൻ്റെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ കാണാം. എന്താണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? അവിടെ ഒരു ടേബിൾ നമുക്ക് തരും. ആ ടേബിളിൽ കുറേ ഒബ്സർവേഷൻസും കാണും, അതിൻ്റെ ഫ്രീക്വൻസിയും കാണും. അങ്ങനെ ഒബ്സർവേഷൻസും അതിൻ്റെ ഫ്രീക്വൻസിയും കൂടെ ഒരു ടേബിളിൽ തരുമ്പോഴാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആദ്യം എക്സ് ബാറിൻ്റെ ഫോർമുലയ്ക്ക് ഒരു മാറ്റമുണ്ട് കേട്ടോ. ഇതാണ് മീൻ കാണുന്ന ഫോർമുല. 1/N സിഗ്മ I = 1 to n xi fi. അവിടെ ക്യാപിറ്റൽ N ആണ്, നേരത്തെ സ്മാൾ n ആയിരുന്നേ, ഇവിടെ ക്യാപിറ്റൽ N ആണ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് സം ഓഫ് ദ ഫ്രീക്വൻസീസ് ആണ്, ഫ്രീക്വൻസിയുടെ സം. എക്സ് ബാർ കാണുന്ന ഫോർമുല ഇതാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് ബാറിൻ്റെ ഫോർമുല 1/n സിഗ്മ I = 1 to n xi fi എന്ന ഫോർമുല ഉപയോഗിക്കണം. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അതിൻ്റെ ഫോർമുലയിൽ നേരത്തെ നമ്മളൊരു ഫോർമുല പഠിച്ചില്ലേ, അതിനകത്തൊരു ചെറിയ മാറ്റം. ഇവിടെ നേരത്തെ സ്മാൾ n, ഇപ്പോൾ എന്താ? ക്യാപിറ്റൽ N. സിഗ്മ I = 1 to n. നേരത്തെ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാറേ ഉള്ളൂ, ഇപ്പം നാട്ടിലൊരു എഫ് ഐയും കൂടെ കൂടുതൽ വരും. അപ്പോൾ എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഇതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കാണുന്ന ഫോർമുല. 1/N സിഗ്മ I = 1 to n എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അവിടെ മീൻ കാണുന്ന ഫോർമുല പ്രത്യേകം നോട്ട് ചെയ്യണം. 1/N സിഗ്മ I = 1 to n xi fi. അവിടെ ക്യാപിറ്റൽ N ആണ്, സ്മാൾ n അല്ല. ക്യാപിറ്റൽ N സം ഓഫ് ദ ഫ്രീക്വൻസി ആണ്, ആൻഡ് എക്സ് ബാർ അതിൻ്റെ മീനാണ്. ഫോർമുലയിലെ മാറ്റം കണ്ടല്ലോ, സ്മാൾ n ക്യാപിറ്റൽ N ആയി, ഇവിടെ ഒരു എഫ് ഐയും കൂടെ അഡീഷണലായിട്ട് വന്നു. അത് കണക്ക് മീനിൻ്റെ ഫോർമുലയിലും മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്കതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അണ്ട ഇതേപോലെ എക്സ് ഐയും എഫ് ഐയും തരും 2 കോളത്തിൽ. ഇത് എക്സ് ഐ ആണ്, ഇത് എഫ് ഐ ആണ്. ഇങ്ങനെ തരുന്നതിനാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഒബ്സർവേഷൻസും ഇത് ഒബ്സർവേഷൻ്റെ എണ്ണവും, അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും. ഈ ടേബിൾ ഇങ്ങനെ തരുമ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു ടേബിളാണ്. ഈ ടേബിളിൻ്റെ ഈ ഓരോ കോളവും പ്രത്യേകം പഠിക്കണം. എക്സ് ഐ എഫ് ഐ. അടുത്തത് എക്സ് ഐ എഫ് ഐ, അത് മീൻ കാണുന്നതിന് വേണ്ടിയുള്ളതാണ്.
മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ, എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഇത് 5 എണ്ണം അങ്ങ് ബൈ ഹാർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോഴാദ്യത്തത് എക്സ് ഐ, രണ്ടാമത്തത് എഫ് ഐ. അടുത്ത പറ എക്സ് ഐ എഫ് ഐ, അതായത് ഇത് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റാണിത്. ഈ എക്സ് ഐയും എഫ് ഐയും കൂടെ ഗുണിക്കുന്നതാണ് എക്സ് ഐ എഫ് ഐ. അടുത്ത മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അടുത്ത പറ എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഇത് 5 എണ്ണം അങ്ങ് കാണാതെ പഠിക്കണം. എന്നിട്ട് ഇതിനകത്ത് ഡേറ്റ ഫില്ല് ചെയ്ത് പോയാൽ മാത്രം മതി. നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യം എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളെ 2, 5, 6, 8, 10, 12 അത് താഴോട്ടങ്ങ് എഴുതണം. എഫ് ഐ എന്ന് പറഞ്ഞാൽ അതൊക്കെ ക്വസ്റ്റിനകത്തുണ്ട് കേട്ടോ. 2, 8, 10, 7, 8 ചെയ്താ അതും അതേപോലെ താഴോട്ട് എഴുതി. അപ്പോൾ എക്സ് ഐയും എഫ് ഐയും ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കി എഴുതുക. അത് രണ്ടും ചോദ്യത്തിനകത്തുണ്ടാവും. ഇനി മൂന്നാമത്തെ കോളം എക്സ് ഐ എഫ് ഐ. എക്സ് ഐ എഫ് ഐ കാണാൻ വാട്ട് ഈസ് എക്സ് ഐ എഫ് ഐ? എക്സ് ഐയും എഫ് ഐയും കൂടെ ഗുണിക്കുന്നതാണ് എക്സ് ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടെ ഗുണിച്ച് 4, 5 ഗുണം 8 40, 6 ഗുണം 10 60. അങ്ങനെ ഈ 2 വാല്യൂ ഗുണിച്ചിട്ട് ഇവിടെ എഴുതണം. കണ്ടോ, 8 ഗുണം 7 56, 10 ഗുണം 8 80, 12 × 5 60. ഇത്രയും ചെയ്ത് നിർത്തിയിട്ട് ഈ ഡേറ്റ ഇപ്പം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ് ബാർ ഉണ്ടെങ്കിലേ ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ എക്സ് ഐ ക്വസ്റ്റിനി നോക്കി എഴുതുക, എഫ് ഐയും ക്വസ്റ്റിനിൽ നിന്ന് പകർത്തുക. എക്സ് ഐ എഫ് ഐ കാണാൻ ഈ രണ്ടും കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതണം. ഇനി ഇതിൻ്റെ ടോട്ടൽ ഉണ്ടല്ലോ, എക്സ് ഐ എഫ് ഐ എന്ന കോളത്തിൻ്റെ ടോട്ടൽ 300, ഫ്രീക്വൻസിയുടെ ടോട്ടൽ 40. അതിനെ നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലിനാണ് ക്യാപിറ്റൽ എൻ. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തോണം കേട്ടോ. ടോട്ടൽ ഫ്രീക്വൻസി അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് സൂചിപ്പിക്കുക. ഇനി എക്സ് ബാറിൻ്റെ ഫോമുല എന്താ? എക്സ് ബാറിൻ്റെ ഫോമുല സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 to n എക്സ് ഐ എഫ് ഐ ബൈ എൻ. വാല്യൂ എടുക്കാം. എന്താണ് എക്സ് ഐ എഫ് ഐ എന്ന കോളത്തിൻ്റെ ടോട്ടൽ? താണ്ടേ എക്സ് ഐ എഫ് ഐ എന്ന കോളത്തിൻ്റെ ടോട്ടൽ 300. അപ്പോൾ മോളി 300 കൊടുക്കുക. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എത്ര? 40. അപ്പോൾ 300/40 7.5. അതാണ് എക്സ് ബാർ. ഈ എക്സ് ബാർ കണ്ടതിന് ശേഷമേ നാലാമത്തെ കോളം ഫില്ല് ചെയ്യാൻ പറ്റൂ. മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. എക്സ് ബാറിൻ്റെ വാല്യൂ മറക്കരുത് 7.5. എക്സ് ഐയിൽ നിന്ന് എക്സ് ബാർ കുറയ്ക്കണം. ഇതാണ് എക്സ് ഐ. എക്സ് ഐ എത്ര? 2. 2ൽ നിന്ന് 7.5 കുറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കണം. 2 - 7.5 എന്ന് പറഞ്ഞാൽ -5.5. മോഡുലസ് എടുക്കുമ്പോൾ 5.5 ആകും. അടുത്ത 5ൽ നിന്ന് 7 എല്ലാപ്പോഴും ഈ എക്സ് ബാർ ആണ് കുറയ്ക്കേണ്ടത്. 7.5 കുറയ്ക്കേണ്ടത്. 5 - 7.5 -2.5. മോഡുലസ് ഉണ്ടായിട്ട് മൈനസ് എടുക്കേണ്ട 2.5. 6 - 7.5 മോഡുലസ് എടുക്കുമ്പോൾ 1.5. 8 - 7.5 0.5. 10 - 7.5 2.5. 12 - 7.5 4.5. ഇനി അടുത്ത കോളം എഫ് ഐ ഇൻറ്റു മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞതാ. ഇതാണ് എഫ് ഐ, ഇതാണ് മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഈ കോളവും കൂടെ ഗുണിക്കണം. എന്ന് വെച്ചാൽ ഈ 2ഉം 5.5 കൂടെ ഗുണിക്കുമ്പോൾ 11, 8ഉം 2.5 കൂടെ ഗുണിച്ചാൽ 20, 10ഉം 1.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 15, 7ഉം 0.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3.5, 8ഉം 2.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 20, 5ഉം 4.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 22.5. എന്നിട്ട് ഈ ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടലാണ് 92. അപ്പോൾ ഈ കോളം ഇത് കാണുമ്പോൾ ഏതൊക്കെ തമ്മിലാണ് ഗുണിക്കേണ്ടത്? ആരൊക്കെയാണ് ഗുണിക്കേണ്ടത്? എഫ് ഐയുടെ കോളവും മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ കോളവും. ഇതാണ് എഫ് ഐ, ഇതാണ് മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. ഇവ തമ്മിലാണ് ഗുണിക്കേണ്ടത്. തെറ്റിപ്പോകരുത്. ആൻസർ എഴുതി. അതിൻ്റെ ടോട്ടൽ 92. ഇനി ഫോമുല മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എം ഡി എക്സ് ബാർ സിഗ്മ ഇ സിക്കൽ ടു 1 to n എഫ് ഐ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ ക്യാപിറ്റൽ എൻ. ഈ എഫ് ഐ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ അതായത് ലാസ്റ്റ് കോളം, അതിൻ്റെ ടോട്ടൽ എത്ര? 92. അപ്പോൾ മുകളിൽ 92. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എത്ര? 40. അപ്പോൾ 92/40. ആൻസർ 2.3. ചുരുക്കം പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. കോളങ്ങൾ ഏതൊക്കെയാണ്? എക്സ് ഐ എഫ് ഐ. അടുത്ത കോളം പറ എക്സ് ഐ എഫ് ഐ. അടുത്തത് മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. അടുത്ത പറ എഫ് ഐ മോഡ് എക്സ് ഐ മൈനസ് എക്സ് ബാർ. എന്നിട്ട് ഈ മീനിൻ്റെ ഫോമുല അതേ കണക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിൻ്റെ ഫോമുല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതുവരെയും നമ്മൾ പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് അൺഗ്രൂപ്പ് ഡേറ്റ, 2 ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടൈപ്പും കൂടെ ഉള്ളൂ,
കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതെന്താണെന്ന് പറയാം. അതായത് ഒബ്സർവേഷൻസ് ക്ലാസിൻ്റെ രൂപത്തിൽ തരും. 5, 10, 10, 15, 15, 20 എന്ന് ക്ലാസിൻ്റെ ഫോമിൽ തരും. അപ്പോഴൊരു ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസും ആ ഓരോ ക്ലാസിൻ്റെയും ഫ്രീക്വൻസിയും കൂടെ ചേർത്ത് തരുമ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ഫോമുലയുണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഡിസ്ക്രീറ്റിൽ പഠിച്ച ഫോമുല, അത് തന്നെ. ഇതാണ് മീനിൻ്റെ ഫോമുല, 1/n സിഗ്മ i = 1 to n xi/fi. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ MDX ബാർ 1/N സിഗ്മ i = 1 to n fi mod xi - x ബാർ. അവിടെ ക്യാപിറ്റൽ N എന്താ? സം ഓഫ് ദ ഫ്രീക്വൻസീസ്. എക്സ് ബാർ എന്താ? മീൻ. പുതിയതായിട്ടൊന്നും പഠിക്കണ്ട, കഴിഞ്ഞതിൽ പഠിച്ച അതേ ഫോമുല തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഒരേ ഫോമുലയാണ്. അതേപോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരേ ടേബിൾ, ഒരേ ഫോർമാറ്റ്. എന്ന് വെച്ചാൽ ഒന്ന് പഠിച്ചാൽ അത് മറ്റതിനും ആപ്ലിക്കബിളാണ്. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം ചർച്ച ചെയ്യാം. കണ്ടോ, ഇതേപോലെ ക്ലാസും ഫ്രീക്വൻസിയും, ഇങ്ങനെ ക്ലാസും ഫ്രീക്വൻസിയും കൂടെ തരുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുക? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ടേബിൾ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോളങ്ങൾ നോക്കിയേ, xi fi. അടുത്ത കോളം പറ, xi fi. അതെന്തിനു വേണ്ടിയാ? മീൻ കാണാനാണ്. അടുത്ത കോളം മോഡ് xi - x ബാർ. അടുത്തത് fi മോഡ് xi - x ബാർ. നേരത്തെ പറഞ്ഞതാണേ അല്ല. ഇനി ഈ ക്ലാസിൻ്റെ പ്രത്യേകം നോക്കിയേ, ഇതതിൻ്റെ ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ് എന്നാണ് പറയുക. ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ഇതിൻ്റെ ലോവർ ലിമിറ്റ് ഈക്വലാണ്. ഇത് രണ്ട് ഈക്വൽ, 30 30 40 40. ആ ഒരു പ്രത്യേകത ഇവിടെ കണ്ടോണം. ആദ്യം xi എന്ന് പറഞ്ഞാൽ ഈ ഓരോ ക്ലാസിൻ്റെയും മിഡ് പോയിൻ്റ് 10, 20. മിഡ് പോയിൻ്റ് എത്ര? 15. അതെങ്ങനെ കാണാം? ഇത് രണ്ടും കൂടെ കൂട്ടിയട്ടെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 10ഉം 20ഉം കൂടെ കൂട്ടിയാൽ 30, പകുതി എടുത്താൽ 15. അതാണ് xi. അപ്പോൾ അടുത്ത ക്ലാസ് നോക്കിയേ, 20, 30. അതിൻ്റെ മിഡ് പോയിൻ്റ് ഏതാ? 15. ദാ 20, 30. മിഡ് പോയിൻ്റ് എത്ര? 25. ദാ ഇവിടെ വരുന്നത്. 30, 40. മിഡ് പോയിൻ്റ് 35. 40, 50. മിഡ് പോയിൻ്റ് 45. 50, 60. മിഡ് പോയിൻ്റ് 55. 60, 70. 65. 70, 80, 75. അപ്പോൾ xi വാല്യൂ ആയിട്ട് ഈ ഓരോ ക്ലാസിൻ്റെയും മിഡ് പോയിൻ്റ് എടുക്കണം. മിഡ് പോയിൻ്റ് കാണാൻ അറിയാത്തവർ ഇത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഭാഗിച്ചാൽ മതി. ഇനി fi അതാണ്ട് ഇവിടെ ഉണ്ട്, 2, 3, 8, 14, 8, 3, 2. അതാണ്ട് അതേപോലെ താഴോട്ട് എഴുതി. അടുത്ത കോളം xi fi. ഇനിയെല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടില്ലേ അതേ പ്രൊസീജിയർ. xi fi ഇതാ, ഇത് രണ്ടും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതി. അങ്ങനെ ഈ xiയുടെ കോളോ fiയുടെ കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അത് കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ് ബാർ വേണമെന്നറിയാമല്ലോ. ഇതിൻ്റെ xi fiയുടെ ടോട്ടൽ 1800 ആണ്. n എന്ന് പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ ഫ്രീക്വൻസിയാണ്, 40 എന്നിട്ട് ആദ്യം നമ്മൾ എക്സ് ബാറായ മീൻ കാണണം. എക്സ് ബാറിൻ്റെ ഫോമുല എന്താ? സിഗ്മ i = 1 to n xi fi/N. എന്താണ് xi fi എന്ന കോളത്തിൻ്റെ, ഈ കോളത്തിൻ്റെ ടോട്ടൽ 1800. എന്നിൻ്റെ വാല്യൂ എത്ര? 40. 1800/40 എത്ര വരും? 45. എന്നിട്ട് വേണം ഈ കോളം ഫില്ല് ചെയ്യാൻ. മോഡ് xi - x ബാർ. ഇതാണ് xi. എക്സ് ബാറിൻ്റെ വാല്യൂ ഇതാ ഇവിടെ കിട്ടി 45. അപ്പോൾ 15 - 45 -30. മോഡുലസ് എടുക്കുമ്പോൾ 30 മോഡുലസ് ഉണ്ടായിട്ട് അവിടെ ചിഹ്നം കളഞ്ഞെഴുതിയിരിക്കുന്നത്. 25 - 45. മോഡുലസ് എടുക്കുമ്പോൾ 20. 35 - 45. 45 - 45. 55 - 45. 65 - 45. 75 - 45. ഈ ഓരോ xi വാല്യൂവിൽ നിന്നും ഈ മീന എക്സ് ബാർ കുറച്ച് മോഡുലസ് എടുക്കുമ്പോൾ ഈ ആൻസർ കിട്ടും. ഇനി അടുത്ത കോളം fi mod xi - x ബാർ എന്ന് പറഞ്ഞാൽ ഈ fiയുടെ കോളവും ഈ xi - x ബാറിൻ്റെ കോളവും കൂടെ ഗുണിച്ചെഴുതണം. ഈ 2ഉം 30 കൂടെ ഗുണിച്ചാൽ 60, 3ഉം 20ഉം ഗുണിച്ചാൽ 60, 8ഉം 10 കൂടെ ഗുണിച്ച് 80, അങ്ങനെ ഗുണിച്ച് വരിക. ലാസ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ 400. ഇനി MDX ബാർ ഫോമുല അറിയാമല്ലോ, സിഗ്മ fi mod xi - x ബാർ/n. ഈ ലാസ്റ്റ് കോളമാണ് fi mod xi - x ബാർ. അതിൻ്റെ സമ്മ് 400. അപ്പോൾ മുകളിൽ 400. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 40. 400/40 = 10. വളരെ സിമ്പിളാണിത്, ഈസിയായി നമുക്ക് പഠിച്ചെടുക്കാം. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അപ്പോൾ 3 രീതിയിലാണ് ചോദ്യം വരിക. 1 അൺഗ്രൂപ്പ് ഡേറ്റ, സംഖ്യകൾ കോമയിട്ട് തരും. 2 ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കുറേ ഒബ്സർവേഷൻസും അതിൻ്റെ ഫ്രീക്വൻസിയും. 3 കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇതേപോലെ ക്ലാസും അതിൻ്റെ ഫ്രീക്വൻസിയും.
അപ്പോൾ ആ ഫോമുലകൾ വ്യക്തമായി മനസ്സിലാക്കുക. ആദ്യത്തതിൽ സ്മാൾ n ആണ്, അത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. പിന്നെ രണ്ടെണ്ണത്തിലും ക്യാപിറ്റൽ N ആണ്, അത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്.